വായിക്കണം. നിങ്ങൾക്കറിയാം, പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ആലയത്തിൽ വരികയാണ്. അവിടെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് ആരാ? പരീശനാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന എങ്ങനെ തുടരുമ്പോൾ പരീശന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്. എന്താ പ്രാർത്ഥിച്ചത് പരീശൻ? തന്റെ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പ്രാർത്ഥന ഒരു വാചകം, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല, എന്നെ പിടിച്ചുപറിക്കാരനും അധർമ്മം ചെയ്യുന്നവരുടെയും കൂട്ടത്തിൽ ഞാൻ പെട്ടില്ല എന്നുള്ളതിന് കർത്താവിന് സ്തോത്രം ചെയ്തു. ഇവൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടല്ല, ആണോ? ബൈബിൾ പറയുന്നത് അവൻ തന്നോട് തന്നെ പറഞ്ഞെന്നാ. പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നിട്ട് ദൈവത്തോട് പറയേണ്ടതിന് പകരം ആ ഭാഗം അവിടെ പറയുന്നത് അവൻ തന്നോട് തന്നെ പറയുന്ന ചില പ്രസ്താവനകൾ. നിങ്ങൾക്ക് ആ വാക്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നൊരു ചിന്തയിലാണ് നിങ്ങളുടെ ഇരിപ്പ്. ആ ഭാഗം എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 18 അത് 9 മുതലുള്ള വേറെ ഭാഗമാണ്. നോക്കിയ വാക്യം, തങ്ങൾ നീതിമാന്മാരെന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് ഒരു ഉപമ പറഞ്ഞു. പോയി പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തും. അപ്പൊ ഇദ്ദേഹം ഒരു ടോക്കോസ് അല്ല. ഇദ്ദേഹം ആരല്ല? ഇദ്ദേഹം ഒരു ആവശ്യക്കാരനല്ല. ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ഞാൻ ആരല്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. താൻ പ്രാർത്ഥിക്കുന്നത് തന്നോട് തന്നെ എന്നൊരു പദമുണ്ട്, അല്ലെ? പരീക്ഷ തന്നോട് തന്നെ എന്നൊരു വാക്കില്ല അവിടെ. ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെയാണ് പറയുന്നത്, ദൈവത്തോടല്ല. ശ്രദ്ധിക്കണം, പ്രാർത്ഥന നമ്മോടല്ല, പ്രാർത്ഥന ദൈവത്തോടാണ്. പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ കഴിക്കുന്ന അപേക്ഷയാണ്. അപ്പോൾ ഇവിടെ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറയുന്ന പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. ഈ പ്രാർത്ഥനയിൽ ഇദ്ദേഹം ടോക്കോസ് അല്ല. അപ്പൊ അതിന് ഒരു കാര്യം മനസ്സിലാക്കാം, പ്രാർത്ഥിക്കുന്ന എല്ലാവരും ടോക്കോസ് അല്ല. പ്രാർത്ഥനയ്ക്ക് വരുന്നവരെല്ലാവരും ടോക്കോസ് അല്ല. എല്ലാ ശുശ്രൂഷകളിലും ഭാഗവാക്കുകളാകുന്ന എല്ലാവരും ടോക്കോസ് അല്ല. നാം പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, യോഗത്തിന് പോകുന്നെങ്കിലും എല്ലാവരും ടോക്കോസ് ആകണമെന്ന് നിർബന്ധമില്ല. ടോക്കോസ് ആണെങ്കിൽ അവനവിടെ അവൻ ഉള്ളതല്ല പറയുന്നത്, അവനിൽ എന്തില്ല എന്ന് സമ്മതിക്കുന്നതാണ് ടോക്കോസ്. മനസ്സിലാവുന്നുണ്ടോ? എന്നിൽ എന്ത് ഇല്ല എന്നും എനിക്ക് ഇല്ലാത്തത് തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നദ്ധിയിൽ വന്ന് ആത്മാവിൽ ദരിദ്രനായിരിക്കുന്ന പൂവറായിരിക്കുന്നവനെയാണ് ബൈബിൾ ടോക്കോസ് എന്ന മൂലപദത്തിലൂടെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മൾ ആത്മീകമായി എന്നിൽ ഉള്ള അശൂന്യതകളെ, കുറവുകളെ, ബലഹീനതകളെ, എന്നിലില്ലാത്തതിനെ ദൈവസന്നിധിയിൽ സമ്മതിക്കത്തക്ക നിലയിൽ ഞാൻ ദൈവസന്നിധിയിൽ ടോക്കോസ് ആയി തീരണം. അപ്പൊ എന്റെ വളർച്ചയിൽ 2 പ്രധാന കാര്യങ്ങൾ ഉണ്ടാകണം. അതിലൊന്ന്, എനിക്ക് വിശപ്പ് ഉണ്ടാകണം. നമ്പർ 2, 1 Peter chapter 2 verse 2. 1 Peter chapter 2 verse 2. വേഗത്തിൽ. ഒന്ന്, എനിക്ക് ഗോഡ്ലിനെസ്സിലേക്ക് വളരണമെങ്കിൽ എന്നിൽ ഒരു വിശപ്പ് ആവശ്യമാണ് എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പഠിക്കുമ്പോൾ, രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് ആ വിശപ്പ് എന്നിൽ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ എനിക്ക് വേണ്ടത് ദൈവവചനമാണ് എന്ന ഒരു തിരിച്ചറിവ് അവനിൽ ഉണ്ടാവുകയാണ്.
അതാ ബൈബിൾ പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത, വായിച്ച എന്നോട് ചേർന്ന് വായിച്ചേ, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒന്ന്, എനിക്ക് വിശപ്പുണ്ട്, വിശപ്പുള്ളവൻ ആ വിശപ്പിന് പര്യാപ്തമായത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വിശപ്പിന് പര്യാപ്തമായൊരു ദൈവവചനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്ന് അവൻ ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനും വായിക്കാനും അവൻ തുടരുമ്പോൾ അവന് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരുവാൻ കഴിയും. ഈ പാല് വിൽക്കുന്നവർക്ക് ആരും നിങ്ങൾ നന്നാകണമെന്ന് താല്പര്യമില്ല. അതുകൊണ്ട് അവരാവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് തരുന്നത്. അവരാവശ്യത്തിന് വെള്ളം ചേർക്കും. നമ്മൾ വീട്ടിൽ കൊണ്ട് നമ്മളും വെള്ളം ചേർക്കുമ്പോഴേക്ക് അത് പിന്നെ വെള്ള കളർ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അതിനകത്ത് പാലംശം പോലും ഇല്ല. അതുകൊണ്ടല്ലേ ചിലരുടെ വീട്ടിൽ പോയി ചായ കുടിച്ചു കഴിഞ്ഞാൽ പാല് കാണത്തില്ല, വെള്ളമായിരിക്കും കൂടുതൽ. അങ്ങനെ ഉള്ളവരുണ്ട്, സ്തോത്രം ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? ചിലര് കൊടുക്കുന്ന കാര്യത്തിൽ ആ കാര്യത്തിനകത്തൊക്കെ ഇങ്ങനെയുള്ള വിക്രിയകൾ ചെയ്യുന്നവരാണ്. അല്പം കൊണ്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ അത് പേര് ചായ എന്നാണേലും ചായയിൽ കാര്യമായ പാല് കാണില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നത് കർത്താവിന്റെ വചനം മായമില്ലാത്ത പാലാണ്, അത് കലർപ്പില്ലാത്ത പാലാണ്, അത് വെള്ളം ചേർക്കാത്ത പാൽ, അത് പോഷക ആഹാരമാണ്. ആ പാൽ കുടിച്ച് നമ്മൾ വളരാനുള്ള വാഞ്ച എന്നിൽ ഉണ്ടാകണം. അപ്പൊ രണ്ടാമത്തത് ഡിസയർ ഫോർ ഗോഡ്സ് വേർഡ് ആണ്. ഒന്ന് ടോക്കോസ്, തേഴ്സ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹംഗ്രി ആണ്. രണ്ടാമത്തെ പദം ഡിസയർ ഫോർ ദി ന്യൂട്രിഷൻ, ദാറ്റ് ഈസ് നൺ അതർ ദാൻ ഗോഡ്സ് വേർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ വചനം നമുക്ക് എന്ത് ചെയ്യണം? അത് മായമില്ലാത്ത പാലായി നമ്മള് ദൈവവചനം പ്രാപിപ്പാനുള്ളതായ ഹംഗ്രി ഫോർ ഗോഡ്സ് വേർഡ്, डिजायर फॉर गॉड्स वर्ड. परमेश्वर के वचन की विषय में भूखा भूखा भूख हमारे अंदर पैदा होना चाहिए. अगर भूख है, वो भूख मिटाने के लिए परमेश्वर के पवित्र वचन की जरूरत मेरा जीवन में है. ये चाहते हुए परमेश्वर का वचन के लिए एक भूख पैदा करने के लिए सबसे पहले मेरे जीवन में मैं टोकोस बनना है. मैं एक कंगालपन होना चाहिए आध्यात्मिक विषय में. दूसरा जो बात है, वो जो कंगालपन मिटाने के लिए मैं परमेश्वर के वचन की चाहत मेरा अंदर पैदा करे. परमेश्वर की ദൈവവചനത്തിന്റെ കുറിച്ചുള്ള ഡിസയർ എന്നിൽ ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യം, ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. എത്ര നാൾ പാല് കുടിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് രക്ഷയ്ക്കായി വളരുവാൻ മായമില്ലാത്ത പാല് കുടിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷെങ്കിൽ ദൈവവചനത്തെ രണ്ടായിട്ടാണ് തരംതിരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഒന്ന്, ഒരു സർട്ടൺ ഏജ് വരെ ഈ ദൈവവചനത്തെ ആദ്യ പാഠങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ നേഴ്സറി, ആദ്യം നമ്മള് കുഞ്ഞുങ്ങളെ നേഴ്സറിയിലേക്ക് വിടുന്നതിന് മുന്നേ നമ്മള് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞ് പണ്ട് കേരളത്തിലുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ എന്നാ എന്നെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. നാട്ടില് പ്ലേ സ്കൂൾ എന്ന് പറയും. പേര് കേൾക്കുമ്പോഴേ അറിയാം, അവനെ കളിക്കാൻ വിടുകയാണ്, അവനെ പിള്ളേരുമായിട്ട് സെറ്റ് ആകാൻ വേണ്ടി പുള്ളിനെ വിടുകയാണ്. അപ്പൊ അങ്ങനെ പ്ലേ സ്കൂൾ എന്ന് പറയും. ആ പ്ലേ സ്കൂളിൽ കളിച്ചവൻ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇവനിങ്ങനെ കളിച്ച് അവന് അവരുമായിട്ടൊരു കണക്ഷൻ ആയി കഴിയുമ്പോൾ അവന് LKGയിലേക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ അവന് സമയമായെന്ന് പറയുമ്പോൾ ചാടി അവൻ യൂണിഫോം. എന്തിനാണെന്നറിയാവോ? അവൻ ഓർക്കുന്നത് പ്ലേ സ്കൂളിൽ കളിച്ചതുപോലെ നേഴ്സറിയിൽ കളിക്കാൻ പറ്റുമെന്ന് ഓർത്താ പുള്ളി പുസ്തകമൊക്കെ ആയിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പറ തറ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഇവൻ പറയും, ഇന്നലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ പ്ലേ സ്കൂളിൽ കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ ഉദ്ദേശത്തിൽ വന്ന ഇവൻ പെട്ടുപോവുകയാണ്. അവിടെ നോക്കുമ്പോൾ പിന്നെ ഒരു ടീച്ചർ വടിയും പിടിച്ചിട്ട് ഓരോ കാര്യം ബോർഡിൽ എഴുതി കാണിക്കുന്ന, ഇവനോട് എഴുതാൻ പറയുക, പഠിപ്പിക്കുക, അവനോട് മിണ്ടാതിരിക്കാൻ പറയുക. അങ്ങനെ അവൻ മറ്റൊരു തലത്തിലേക്ക് വരികയാണ്. അപ്പോൾ ദൈവവചനത്തെ രണ്ടായിട്ട് നമുക്ക് പഠിക്കാം. ഒന്ന്, ആദ്യ പാഠങ്ങളിൽ പഠിക്കേണ്ടത്. എന്താണ് ആദ്യ പാഠങ്ങളിൽ? വാട്ട്
we supposed to learn at the beginning. നമ്മൾ ജനിച്ച് വീഴുമ്പോൾ അല്ലെങ്കിൽ വളരുന്ന പ്രായത്തിൽ ദൈവവചനം ഏത് നിലയിൽ നമുക്ക് ആവശ്യമാണ്, അങ്ങനെ ദൈവവചനം പുതുതായി വരുന്നവരെ പഠിപ്പിക്കാൻ ദൈവസഭ സന്നദ്ധരായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് വരുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ജീവനുണ്ട് അടുത്ത ഞായറാഴ്ച ദൈവസഭ വരികയില്ല. ഇസബേൽ എന്ന് പറയുന്ന മഹാവേശ്യയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവൻ പറയും സംഭവം വേറെയാണ്, അവൻ പിന്നെ വരത്തില്ല. അതുകൊണ്ട് പുതുതായിട്ട് വരുന്നവന് മായമില്ലാത്ത പാൽ നമ്മൾ കൊടുത്തു വേണം വളർത്താൻ. ചിലരാണ് വലിയ പ്രായമായാൽ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അതൊരു പ്രത്യേക രോഗമാണ്. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അപ്പോൾ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാനുള്ള വാഞ്ച അത് ഇൻഫന്റ് ആയിരിക്കുന്ന പ്രായത്തിൽ ആവശ്യമുണ്ട്. എന്നാൽ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ഇതേ വചനം തന്നെ അടുത്തൊരു സ്റ്റാൻഡേർഡിലേക്ക് വരികയാണ്. ആ സ്റ്റാൻഡേർഡ് 3-ന്റെ 1-2 വാക്യങ്ങൾ നമുക്ക് കാണാൻ. വായിച്ചു. ആ ആ അല്ല ഇവൻ മുതിർന്നിട്ട് ഇവനിപ്പോ ശിശുവിന്റെ പരുവത്തിലാണ്. ഇവൻ പാല് കുടിച്ചു വളർന്നു. പക്ഷെങ്കിൽ ആ വളർച്ച മുന്നോട്ട് പോകുന്തോറും ഇവൻ പാലിൽ മാത്രം നിന്നാൽ ഇവൻ ഉദ്ദേശിക്കുന്ന വളർച്ച ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാല് കൊടുക്കുന്ന ഒരു പ്രായമുണ്ട് അല്ലെ? കോളേജ് പഠിക്കുന്നിടത്ത് കോളേജ് കഴിഞ്ഞ് മമ്മി പാല് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് പാലല്ല കൊടുക്കണ്ട, ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം അല്ലെ? ജോലി കഴിഞ്ഞ് വെച്ചാൽ പാലെടുക്കുക ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്തോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ നോക്കുന്ന കാര്യമില്ല. പാല് ചോദിച്ച് മേടിച്ച് കുടിക്കുന്ന പ്രായം ഇവന്റെ കഴിഞ്ഞു. അപ്പൊ ബൈബിൾ പറയുന്നത് നിങ്ങളോട് ആത്മീകരോട് എന്ന പോലെ അല്ല ഞാൻ സംസാരിച്ചെടുത്തത്. ക്രിസ്തുവിൽ ശിശുക്കളായവരുണ്ട്. അവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ മാത്രമേ അവർക്ക് അറിയാവൂ. അല്പം കട്ടികുടിയുള്ള പ്രസംഗം എന്ന ഭാഷ ഒന്നും മനസ്സിലായില്ലെന്ന് പറയും. കാര്യമില്ല, നമ്മളിപ്പോഴും ദൈവവചനത്തിൽ പക്വത പ്രാപിച്ചില്ല, പരിപക്വതയിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മളിപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ അഡോറ മോൾ അവള് പാല് കുടിക്കുകയാണെങ്കിൽ പോലും ഈ സമയത്ത് തന്നെ അവൾക്ക് മറ്റു പോഷകങ്ങളുള്ള ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങിയാണ്. കാര്യം ആ ഫീഡിങ് കൊണ്ട് മാത്രം ആ കുഞ്ഞിന് വളരാൻ കഴിയില്ലെന്ന് മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് മറ്റ് ന്യൂട്രീഷൻ കൂടി മറ്റ് വിവിധ ഭക്ഷണങ്ങളിലൂടെ ആ കുഞ്ഞിനകത്തേക്ക് ആ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം പാല് വേണം. നമ്മുടെ ആരംഭകാലങ്ങളിൽ ആദ്യ പാഠങ്ങളിൽ വചനമെന്ന പാല് കുടിക്കണം. പിന്നീട് ബൈബിൾ പറയുന്നത് നമ്മൾ കട്ടിയുള്ള ആഹാരത്തിലേക്ക്, ആഹാരം കഴിക്കത്തക്ക നിലയിൽ നമ്മൾ അഡൾട്ടായി നമ്മൾ ആ പക്വതയുള്ളവരായിട്ട് തീരണം. അങ്ങനെയുള്ള ഭക്ഷണം കൊടുക്കുവാൻ ദൈവദാസന്മാർ ഒരുക്കമുള്ളവരുമാകണം. എന്റെ വിശ്വാസം ഇവിടെ ഉള്ള ദൈവദാസന്മാര് ആ നിലകൾ നിങ്ങളെ ദൈവവചനം പഠിപ്പിക്കാനുള്ള പക്വതയും ആ നില ദൈവവചനം അഭ്യസിച്ചവരും ആ നില ദൈവസന്നിധിയിൽ ദൈവവചനം പ്രാപിച്ച് പ്രസംഗിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ദൈവവചനം കൊടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കണം. അവര് പരിപക്വതയിലേക്ക് വരേണ്ടതിന് അവർക്ക് എപ്പോഴും മായമില്ലാത്ത പാലല്ല കൊടുക്കേണ്ടത്. അവർക്ക് പിന്നീട് എന്താണ് കൊടുക്കേണ്ടത്? ബൈബിൾ എന്താ പറയുന്നത്? വായിച്ചു. 2-ാം വാക്യം വായിച്ചു. ഞാൻ അവർക്ക് ഭക്ഷണമല്ല പാലത്രേ കൊടുത്തത്. അടുത്തത്, ഭക്ഷിപ്പാൻ ഇവർക്ക് കഴിവില്ലെന്ന് പറഞ്ഞാൽ കട്ടിയായ ഒരു പ്രസംഗം പ്രസംഗിച്ചാൽ ഇവന് ഡൈജസ്റ്റ് ആകുന്നില്ല, ഡയറിയ ഉണ്ടാവില്ല, ഇവന്റെ ശരീരത്തെ പിടിക്കുന്നില്ല. ഇവനിപ്പോഴും യഹോവ എന്റെ ഇടയനാവുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോഴും 34 സങ്കീർത്തനം 1-ാം വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. അതിൽ നിന്നൊരു അടുത്ത സ്റ്റേജിലേക്ക് ഇവൻ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വളർച്ച വേണമെങ്കിൽ ആ നിലകളിൽ ഉള്ള കട്ടിയുള്ള ആഹാരം അവന്റെ അകത്ത് ചെല്ലണം എന്ന ബൈബിൾ പറയുന്നത്. നിങ്ങൾക്ക് കട്ടിയുള്ള ആഹാരം തരാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, പക്ഷെങ്കിൽ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരൊരിക്കൽ കർത്താവിനെ വിട്ടു പോകാൻ ഒരു കാരണം എന്താണെന്ന് അറിയാവോ? അവന്റെ പ്രസംഗം ഭയങ്കര കട്ടിയുള്ളതാണെന്നാ പറഞ്ഞത് അല്ലെ? ഇത്ര നാളെ കൂടെ നടന്നിട്ട് ഇവർക്ക്
കർത്താവിന്റെ പ്രസംഗം ഡൈജസ്റ്റ് ആകുന്നില്ല. അങ്ങനെ കുറെ പേര് വിട്ടേച്ചു പോകാൻ പ്രസംഗിച്ച പ്രസംഗം ഏത് പ്രസംഗം പ്രസംഗിച്ചപ്പോഴാണ് വിട്ടേച്ചു പോയത്? ബൈബിളിനകത്തുണ്ട്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന പ്രഭാഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇവര് പറയുകയാണ്, ഓ കർത്താവിനെ തിന്നാൻ പറയുക, നമുക്ക് വിട്ടേച്ചു പോകാം, നമ്മള് മാംസഭോജികളല്ല, നമ്മൾ റൊട്ടിയും കറിയും കഴിച്ചിട്ട് വരികയാണ്. ഇപ്പൊ കർത്താവ് പറയാണ് കർത്താവിനെ പിടിച്ച് തിന്നാൻ പറയുകയാണെന്നാ ചിന്തിച്ച കാര്യം. ഇവർക്കത് മനസ്സിലാക്കാനുള്ള പക്വതയിലേക്ക് വന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് ഒരാൾ പ്രസംഗിച്ചെന്നാ പറഞ്ഞത്, പണ്ട് പന്നിയെ എത്ര കുളിപ്പിച്ച് നിർത്തിയാൽ ഈ പന്നി വീണ്ടും അഴുക്കിലേക്ക് പോകും, അതുകൊണ്ട് നിങ്ങൾ പന്നികളെ പോലെ ആകരുത്. മറ്റൊരാൾ അതേ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു, പട്ടി തിന്നേച്ച് ഛർദ്ദിച്ചു വെച്ചേച്ച് വീണ്ടും പോയി അത് കഴിക്കും, അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം സഭ വിട്ടു പോയെന്നാ പറഞ്ഞു. എന്നെ പാഷ പട്ടിയെന്ന് വിളിച്ചെന്ന് പറഞ്ഞു. കാരണം അവന് ഡൈജസ്റ്റ് ആകുന്നില്ല. ആരോട് എന്തുകൊണ്ടത് പറഞ്ഞു? അങ്ങനെ ഒരു പ്രസ്താവന അവിടെ പറയാനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പരിപക്വതയിലേക്ക് അവൻ വന്നിട്ടില്ല. അതുകൊണ്ട് അവൻ സഭ വിട്ടു പോവുകയാണ്. കാര്യം അവന് ഡൈജസ്റ്റ് ആകുന്നില്ല. അവനിപ്പോൾ ഇൻഫന്റ് ആയിട്ടിരിക്കുകയാണ്. അവന് കട്ടിയുള്ള ആഹാരം കൊടുക്കേണ്ടതിന് പൗലോസ് താല്പര്യപ്പെടുന്നെങ്കിലും ബൈബിൾ പറയുകയാണ്, ആത്മീയനോട് എന്ന പോലെ അല്ലെ, ജഡീകന്മാരോട് എന്ന പോലെ ഈ കൊരിന്ത് സഭയോട് ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ തന്നെ ഈ കൊരിന്ത് സഭയിൽ പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, സകല കൃപാവരങ്ങളും എക്സസൈസ് ചെയ്യുന്ന ഒരു സഭയോട് പൗലോസ് പറയുകയാണ്, ഈ കൃപാവരങ്ങളൊക്കെ ഇവരിലുണ്ട്. പക്ഷെ ഇവരിൽ ഉണ്ടാകാത്തത് എന്താണെന്ന് അറിയാമോ? ദൈവവചനം ഡൈജസ്റ്റ് ആകുന്നില്ല, പ്രസംഗത്തോട് പ്രതികരിക്കുന്നില്ല. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, ഇതെല്ലാം കൃപാവരങ്ങൾ ഇവർ എക്സസൈസ് ചെയ്യുന്നു. പക്ഷെ ഇവരിൽ ഇല്ലാത്ത ഒരു കാര്യം, പ്രസംഗം മാത്രം ഇവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോ കർത്താവ് കോപിച്ചു. കർത്താവ് പറഞ്ഞു, എന്റെ പ്രസംഗം ഇനി ഞാൻ കട്ടി കുറക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൊക്കോ, പാല് കുടിക്കുന്ന സഭയിലേക്ക് പൊക്കോ. അതുകൊണ്ട് ചിലരിപ്പോഴും പാല് കുടിക്കുന്ന സഭയിലാണ് ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് രാവിലെ ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി, മൊത്തം ടോട്ടൽ ആരാധന പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇപ്പോഴും പാല് കുടിക്കുന്ന പരുവക്കേടിൽ നിൽക്കുകയാണ് ആൾക്കാര്. ഞാനിപ്പോ ഫൈനൽ പ്രെയറും ബെനഡിക്ഷൻ നടക്കുന്നോർത്ത് കണ്ണടച്ചിരിക്കുകയാണ്. ഉടനെ എല്ലാവരും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. പിന്നെ പോകുന്ന വഴിയിൽ ഞാൻ തന്നെ ബെനഡിക്ഷൻ പറഞ്ഞു, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും. ചിലടത്ത് പോയാൽ നമുക്ക് പാല് കിട്ടും, പക്ഷെ പാല് കൊണ്ട് നിനക്ക് വളരാൻ പറ്റില്ല. വചനം തുറന്നു പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്ന, കുഞ്ഞുങ്ങൾ അല്പം ശബ്ദമുണ്ടാക്കിയാൽ അങ്ങനെ പാടില്ലെന്ന് പറയുന്ന, അല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും ഒരു തെറ്റുണ്ടായാൽ അത് തെറ്റാണെന്ന് പറയുന്ന, അങ്ങനെ ശാസിക്കുന്ന, അത് ശരിയല്ലെന്ന് അറുത്ത് മുറിച്ച് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവവൃദ്ധന്മാരെ ലോകൽ സഭയിൽ വേണം. അത് പറയുമ്പോൾ അതിന് നന്മയ്ക്കാണെന്ന് ചിന്തിക്കുന്ന ഒരു പക്വത മാതാപിതാക്കളിൽ ഉണ്ടാകണം. പണ്ടൊരു സഭയിൽ കുഞ്ഞുങ്ങൾ ഭയങ്കര ശല്യം, പാസ്റ്ററിന് ഒരു നിവൃത്തിയില്ല പ്രസംഗിക്കാൻ. ഗസ്റ്റ് പാസ്റ്ററായിട്ട് വന്നതാ. പ്രസംഗം തുടങ്ങുമ്പോഴേ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഭയങ്കര കലപില്, ഭയങ്കര ശബ്ദം. അവസാനം ലോക്കൽ സഭയിലെ പാസ്റ്റർ ഒന്നും മിണ്ടുന്നില്ല. ഉടനെ ഗസ്റ്റ് പാസ്റ്റർ പ്രസംഗിക്കാൻ എണീറ്റ് പറഞ്ഞു, ദൈവമക്കളെ, ഈ സഭയെ ദൈവം ഒത്തിരി മൽക്കീസേദെക്കിനെ പോലെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ ദൈവം ഈ സഭയ്ക്ക് നൽകി, ദൈവം ഈ സഭയെ അനുഗ്രഹിച്ചെന്ന് പറഞ്ഞു. ഉടനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ലോക്കൽ സഭയിലെ പാസ്റ്റർ പറഞ്ഞു, ഇത്രയും ഗുരുത്തക്കേട് ഈ പിള്ളേര് കാണിച്ചിട്ട് പാഷ ആ കുഞ്ഞുങ്ങളെ മൽക്കീസേദെക്കിന് തുല്യനാക്കിയല്ലോ എന്ന് പറഞ്ഞു. അതെന്നെ പാഷ അങ്ങനെ ചെയ്ത് അവരെ ശാസിക്കത്തില്ലായിരുന്നു. ഉടനെ ഗസ്റ്റ് പാസ്റ്റർ ലോക്കൽ സഭയിലെ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ മൽക്കീസേദെക്കിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, അവിടെ പറയുന്നത് മൽക്കീസേദെക്കിന് ആരംഭമില്ല, അവസാനമില്ല, അപ്പനും ഇല്ല, അമ്മയും ഇല്ലെന്ന് പറഞ്ഞു. എന്താ മനസ്സിലായല്ലോ? അവൻ അപ്പനുമില്ല, അമ്മയുമില്ല, ആരംഭവുമില്ല, അവസാനമില്ല. മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ മര്യാദക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ പിടിച്ച് ഇരുത്തിയേനെ എന്നതിന് പാസ് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് പാസ് പറഞ്ഞു, മൽക്കീസേദെക്കിനെ പോലെ കുറെ കുഞ്ഞുങ്ങളെ നമുക്ക് ലോക്കൽ സഭയിൽ തന്നു, ഇനി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാമെന്ന് പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും എല്ലാ കാര്യങ്ങളും എടുത്ത് സ്തോത്രം ചെയ്തു. ഈ മർമ്മം ഗ്രഹിക്കാൻ കഴിയുന്നവർ ഗ്രഹിക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ കുഞ്ഞുങ്ങളെ കുറേയൊക്കെ
പക്വതയിൽ നിർത്തി കിടന്ന് രാവിലെ വന്ന പൊരുത്തുന്നാണ്ട് സ്റ്റേജിൽ കിടന്ന് ചാടുന്നു. അപ്പൊ ഞാനോടത്ത് നമ്മുടെ മലയാള സർവീസ് എത്ര അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ്. ഒരു കുഞ്ഞിനെ 4 പ്രാവശ്യം സ്റ്റേജിൽ പിടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, പ്രിയരെ, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർക്കത് അറിയില്ല. പക്ഷെങ്കിൽ ആരാധനയിൽ നമ്മുടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ആ നിലയിൽ പരിശീലിപ്പിക്കണം.